ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആക്സിലറേഷൻ എന്നാൽ എന്ത് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഓബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആയി എന്ന് കരുതുക. 2 സെക്കൻഡ് കൊണ്ട് ഓബ്ജക്റ്റിന്റെ വെലോസിറ്റിയിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് 20 മൈനസ് 0 ആണ്, അതായത് 20 മീറ്റർ പെർ സെക്കൻഡ്. So change in velocity in 2 seconds is equal to 20 meter per second. ഒരു സെക്കൻഡിൽ വെലോസിറ്റിക്ക് എന്തുമാത്രം ചേഞ്ച് ഉണ്ടായി എന്ന് നോക്കാം. 2 സെക്കൻഡിനെ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 സെക്കൻഡ് കിട്ടും. അങ്ങനെയെങ്കിൽ റൈറ്റ് സൈഡിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1 സെക്കൻഡിലെ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ഇവിടെ റൈറ്റ് സൈഡിൽ 20 ആണ്. 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ 1 സെക്കൻഡ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. 1 സെക്കൻഡിൽ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ചിനാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ 1 സെക്കൻഡ് ഓർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് കോൾഡ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ കാണാൻ നമ്മളിവിടെ ചെയ്തത് എന്താണ്? 20/2 എന്നാണ്. 20 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. 2 എന്ന് പറയുന്നത് ടൈം ആണ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എ ആണ്. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. വെലോസിറ്റിയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷന്റെ യൂണിറ്റ് കിട്ടും. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ ഡിനോമിനേറ്ററിൽ സെക്കൻഡ് സ്ക്വയർ വരും. സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓർ മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ഈസ് ദ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ. ഒരു ബോഡിയുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ് ആയിരിക്കും. ബോഡിയുടെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആക്സിലറേഷന് റിട്ടാർഡേഷൻ എന്നും പറയുന്നു. ഈ ഫിഗർ നോക്കുക. ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ബോഡിയുടെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആയി. സോ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക ചെയ്തത്. സോ 2 സെക്കൻഡിൽ പോസിറ്റീവ് ആക്സിലറേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ആ ബോഡിയുടെ വെലോസിറ്റി 1 സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ പെർ സെക്കൻഡ് ആയെന്ന് വിചാരിക്കുക. സോ 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 5 മീറ്റർ പെർ സെക്കൻഡിലേക്ക് കുറയുകയാണ് ചെയ്തത്. സോ സെക്കൻഡ് പാർട്ടില് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് നോക്കാം. 0 സെക്കൻഡിൽ ഒരു ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡ് ആയപ്പോൾ ആ ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. 4 സെക്കൻഡ് ആകുമ്പോൾ ആ ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്. 6 സെക്കൻഡിൽ ആ ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി 60 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ എല്ലാം ഈക്വൽ ടൈം ഇന്റർവെൽ ആണ് കാണിച്ചിരിക്കുന്നത്. 2 സെക്കൻഡ്സിന്റെ ഡിഫറൻസ് ആണ്. ഈ ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് എത്ര നോക്കുക. 0 സെക്കൻഡ് ടു 2 സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. അതായത് ഇവിടുത്തെ ചേഞ്ച് 20 മൈനസ് 0 ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡിൽ നിന്ന് 4 സെക്കൻഡ് ടൈം ആയപ്പോൾ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് 40 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 40 മൈനസ് 20 ഈസ് 20. അതായത് 2 സെക്കൻഡ് ടൈം ഇന്റർവെല്ലിൽ ഇവിടെ ഉണ്ടായ വെലോസിറ്റി ചേഞ്ച് 20 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. 4 സെക്കൻഡിൽ നിന്ന് 6 സെക്കൻഡ് ടൈം ആയപ്പോൾ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് നോക്കുക. 40 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 60 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. That is, change in velocity is 60 minus 40, that is 20 meter per second.
ഇവിടുത്തെ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 6 സെക്കൻഡ് മൈനസ് 4 സെക്കൻഡ്, ദാറ്റ് ഈസ് 2 സെക്കൻഡ്സ്. അതായത് ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യുന്നത് യൂണിഫോം ആക്സിലറേഷനിലാണ് എന്ന് പറയും. എ ബോഡി ഈസ് സെഡ് ടു ബി മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ഇഫ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ആക്സിലറേഷനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനെ കുറിച്ചാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഒരു ഓബ്ജക്റ്റ് t1 ടൈമിൽ v1 വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. t2 ടൈം ആയപ്പോൾ ആ ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി v2 ആയി. ഈ ടൈം ഇന്റർവെല്ലിൽ ആ ഓബ്ജക്റ്റിന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് v2 മൈനസ് v1 ആയിരിക്കും. ഈ ടൈം ഇന്റർവെല്ലിൽ ഈ ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ട് ആവറേജ് ആക്സിലറേഷനെ കിട്ടത്തുള്ളൂ. സോ ആവറേജ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവെൽ. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് v2 മൈനസ് v1, ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് t2 മൈനസ് t1. a bar is equal to v2 minus v1 divided by t2 minus t1. വെലോസിറ്റിയിൽ ഉണ്ടായ ചേഞ്ചിന് ഡെൽറ്റ വി എന്ന് കൊടുക്കാം, ടൈമിൽ ഉണ്ടായ ചേഞ്ചിന് ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. സോ ആവറേജ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ ടൈം ഇന്റർവെല്ലിലെ ബോഡിയുടെ ആവറേജ് ആക്സിലറേഷൻ ആണ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് കിട്ടിയത്. ഒരു ഇൻസ്റ്റന്റിലെ ആക്സിലറേഷൻ വേണമെന്ന് വിചാരിക്കുക. ഇൻസ്റ്റന്റിലെ ആക്സിലറേഷന് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടൈം ഇന്റർവെല്ല് എത്രയും ചെറുതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻഫിനിറ്റെസിമലി സ്മോൾ ഓർ ദ ടൈം ഇന്റർവെൽ ഷുഡ് അപ്രോച്ച് 0. സോ ആവറേജ് ആക്സിലറേഷന് ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കിട്ടും. അപ്ലൈ ചെയ്യേണ്ട ലിമിറ്റ് ആണ് ടൈം ഇന്റർവെൽ അപ്രോച്ചസ് 0 എന്നുള്ളത്. സോ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ a is equal to limit delta t tends to 0 delta v divided by delta t. ഇങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി dv by dt എന്നാകും. So dv by dt is instantaneous acceleration. ചില ഗ്രാഫുകളാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേത് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ മോഷൻ വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ. എക്സ് ആക്സിസിൽ ടൈം മാർക്ക് ചെയ്യുക, വൈ ആക്സിസിൽ പൊസിഷൻ എക്സ് എന്ന് മാർക്ക് ചെയ്യുക. ഗ്രാഫിന്റെ ഷേപ്പ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ കർവ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. രണ്ടാമത്തെ ഗ്രാഫ് നോക്കുക, പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ മോഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. എക്സ് ആക്സിസിൽ ടൈം മാർക്ക് ചെയ്യുന്നു, വൈ ആക്സിസിൽ പൊസിഷൻ മാർക്ക് ചെയ്യുന്നു. ഗ്രാഫിന്റെ ഷേപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഒരു കർവ് ആയിരിക്കും നെഗറ്റീവ് ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ്. മൂന്നാമത്തെ ഗ്രാഫ് നോക്കുക, പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ മോഷൻ വിത്ത് 0 ആക്സിലറേഷൻ. ഒരു ബോഡി 0 ആക്സിലറേഷനിൽ പോവുക എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ് അർത്ഥം. അതായത് ആ ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. So 0 acceleration means the body is moving with uniform velocity. X ആക്സിസിൽ ടൈം മാർക്ക് ചെയ്തിരിക്കുന്നു, വൈ ആക്സിസിൽ പൊസിഷൻ മാർക്ക് ചെയ്തിരിക്കുന്നു. ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ പൊസിഷൻ ടൈം ഗ്രാഫ് ഓർ XT ഗ്രാഫ് curves upward for positive acceleration, curves downward for negative acceleration, and is a straight line for 0 acceleration. ഈ ഗ്രാഫ് നിങ്ങളോട് ചോദിക്കാം,
വരയ്ക്കാൻ പഠിച്ചു വെക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ആ സ്ട്രെയിറ്റ് ലൈൻ അപ്വേർഡ് ഡയറക്ഷനിലാണോ ഡൗൺവേർഡ് ഡയറക്ഷനിലാണോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് നോക്കുക. മോഷൻ ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് എക്സ് ആക്സിസിൽ ടൈം മാർക്ക് ചെയ്യുക. ടൈം എപ്പോഴും എക്സ് ആക്സിസിലാണ് മാർക്ക് ചെയ്യുന്നത്. വൈ ആക്സിസിൽ വെലോസിറ്റി ആണ് മാർക്ക് ചെയ്യുന്നത്. ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പോസിറ്റീവ് ആക്സിലറേഷൻ ആയതുകൊണ്ട് ആ ഗ്രാഫ് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. സോ ഇതാണ് ഗ്രാഫ്. ആ ഗ്രാഫിന്റെ ഇനീഷ്യൽ പോയിന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഫൈനൽ പോയിന്റ്. സോ 0 സെക്കൻഡില് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇനീഷ്യൽ വെലോസിറ്റി ആണ് v0. ഇതാണ് ഫൈനൽ പോയിന്റ്. ആ ഫൈനൽ പോയിന്റിൽ നിന്ന് ടൈം ആക്സിസിലേക്കും വെലോസിറ്റി ആക്സിസിലേക്കും ഡോട്ടഡ് ലൈൻ കൊടുക്കുക. അതായത് ടി ടൈമില് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി v ആണ്. അതാണ് ആ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി. So for a body moving with positive acceleration, the velocity time graph will be a straight line in the upward direction. So ഇവിടെ പോസിറ്റീവ് ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ടൈം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. വെലോസിറ്റിയുടെ ആക്സിസും പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെ വേണം എടുക്കാൻ. പോസിറ്റീവ് ആക്സിലറേഷൻ തന്നെയല്ലേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് നോക്കാം. ടൈം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി v0യിൽ നിന്ന് v ആയിട്ട് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. സോ പോസിറ്റീവ് ആക്സിലറേഷന്റെ ഗ്രാഫ് എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. രണ്ടാമത്തെ നോക്കുക. മോഷൻ ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. സോ ടൈം എപ്പോഴും പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കണം. കാരണം സമയം ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. സോ എക്സ് ആക്സിസിൽ ടൈം എടുക്കുക. പോസിറ്റീവ് ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെലോസിറ്റി പോസിറ്റീവ് ഡയറക്ഷനിൽ എടുക്കുക. നെഗറ്റീവ് ആക്സിലറേഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ വെലോസിറ്റി ടൈം അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് കുറയണം. അതായത് 0 സെക്കൻഡിലായിരിക്കണം ബോഡിക്ക് കൂടുതൽ വെലോസിറ്റി. ടി സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ബോഡിയുടെ വെലോസിറ്റി കുറയണം. So graph will be a straight line in the downward direction. So ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി. അവിടെ v0 എന്ന് മാർക്ക് ചെയ്യുക. അത് 0 സെക്കൻഡിലാണ്. ഫൈനൽ വെലോസിറ്റി ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ പോയിന്റിൽ നിന്ന് ടൈം ആക്സിസിലേക്കും വെലോസിറ്റി ആക്സിസിലേക്കും ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. ടി ടൈമില് ഫൈനൽ വെലോസിറ്റി v ആണ്. മൂന്നാമത്തേത് നോക്കുക. മോഷൻ ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ വെലോസിറ്റി കാണിക്കേണ്ടത് നെഗറ്റീവ് വൈ ഡയറക്ഷനിലായിരിക്കണം. എക്സ് ഡയറക്ഷനിൽ നമ്മൾ എപ്പോഴും ടൈമാണ് എടുക്കുന്നത്. ടൈം പോസിറ്റീവ് ആയിരിക്കും. സോ ടൈമിന്റെ ആക്സിസ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ കാണിക്കുക. നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ ബോഡി മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് നെഗറ്റീവ് വൈ ഡയറക്ഷനിലായിരിക്കണം വെലോസിറ്റി മാർക്ക് ചെയ്യുന്നത്. നെഗറ്റീവ് ആക്സിലറേഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതായത് 0 സെക്കൻഡിലായിരിക്കും ആ ബോഡിക്ക് വെലോസിറ്റി കൂടുതൽ. ടൈം അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ബോഡിയുടെ വെലോസിറ്റി കുറയും. സോ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. 0 സെക്കൻഡിൽ ബോഡിയുടെ വെലോസിറ്റി നെഗറ്റീവ് v0 എന്ന് കൊടുക്കുക. അതാണ് ഇനീഷ്യൽ വെലോസിറ്റി. ഈ ഫൈനൽ പോയിന്റില് ടൈം ആക്സിസിലേക്കും വെലോസിറ്റി ആക്സിസിലേക്കും ഡോട്ടഡ് ലൈൻ കൊടുക്കുക. ടൈം ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന ഡോട്ടഡ് ലൈനിൽ ടി എന്ന് മാർക്ക് ചെയ്യുക. ഈ പോയിന്റ് ഫൈനൽ വെലോസിറ്റി ആണ്. നെഗറ്റീവ് v എന്ന് മാർക്ക് ചെയ്യുക. നാലാമത്തേത് നോക്കുക.
motion of an object with negative acceleration that changes direction at t1. So ഒരു ഒബ്ജക്റ്റ് നെഗറ്റീവ് ആക്സിലറേഷനിലാണ് പോകുന്നത്. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. t1 അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നു. അതായത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് അത് പോയതെങ്കിൽ t1 ആയപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ് പോകുന്നത്. സോ ബിറ്റ്വീൻ ടൈംസ് 0 and t1 ഇറ്റ് മൂവ്സ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ ആൻഡ് ബിറ്റ്വീൻ t1 and t2 ഇറ്റ് മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇവിടെ 3 ടൈം നമ്മൾ മാർക്ക് ചെയ്യാനുണ്ട്. 0, t1, t2. പോസിറ്റീവ് y ഡയറക്ഷനും വേണം, നെഗറ്റീവ് y ഡയറക്ഷനും വേണം. ബിറ്റ്വീൻ 0 and t1 ദ ബോഡി മൂവ്സ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. പക്ഷെ ആക്സിലറേഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അതുകൊണ്ട് ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ ടിൽ t1. ഇനി എന്താ പറ്റുന്നത്? ബിറ്റ്വീൻ t1 and t2 ഇറ്റ് മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. t1നും t2നും ഇടയിലുള്ള സമയത്ത് ബോഡി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അതായത് നെഗറ്റീവ് y ഡയറക്ഷനിലേക്ക് വേണം ബാക്കി ഗ്രാഫ് കാണിക്കാൻ. അപ്പോഴും ബോഡിയുടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. സോ താഴോട്ട് തന്നെ വേണം സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ. NCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 16 തന്നിരിക്കുന്ന ഗ്രാഫുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ഗ്രാഫ് നോക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഓബ്ജെക്ട് മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിലാണ് ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അതായത് ഓബ്ജക്റ്റിന്റെ വെലോസിറ്റിക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഓബ്ജക്റ്റ് ഈസ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. സോ എക്സ് ആക്സിസിൽ ടൈം മാർക്ക് ചെയ്തിരിക്കുന്നു, വൈ ആക്സിസിൽ വെലോസിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നു. ഏത് ടൈം നോക്കിയാലും ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി v0 തന്നെയാണ്. സോ ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. സോ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ എഴുതിയാൽ പോരാ, ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. ഈ ഗ്രാഫിന്റെ ഏരിയ എടുത്ത് നോക്കാം. ഇതൊരു റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് t ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് v0 ആണ്. സോ ടൈമും വെലോസിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന ഇക്വേഷൻ. ടൈമും വെലോസിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുന്നത്. സോ ദ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഓബ്ജെക്ട്. സോ ഈ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്താൽ ആ ഓബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ലഭിക്കും. ഇന്ന് പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.